മൊഡ്യൂൾ 1 നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൊമെൻറ്റ്സ്. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൽ. അത് ഒരു അപ്രോക്സിമേറ്റ് മെത്തേഡ് ഓഫ് അനാലിസിസ് വരുമ്പോഴാണ് പ്ലാസ്റ്റിക് അനാലിസിസിൻ്റെ കാര്യങ്ങളാണ് ഇതിൽ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കൊളാപ്സ് ലോഡ്, വർക്കിംഗ് ലോഡ് അങ്ങനെയുള്ള ടേംസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഒരു സ്ട്രക്ചർ കൊളാപ്സ് ആവുന്ന ഒരു കേസിലുണ്ടാവുന്ന ലോഡിനെയാണ് നമ്മൾ കൊളാപ്സ് ലോഡ് എന്ന് പറയാം. ഇപ്പോൾ ഒരു സ്ട്രക്ചർ കൊളാപ്സ് ആവാന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആ സ്ട്രക്ചറിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് അല്ലെങ്കിൽ ആ എൻറ്റയർ സ്ട്രക്ചർ എന്തായിരിക്കും, ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഡീഫോർമേഷൻസ് അവിടെ വരുന്നുണ്ടാവും. അങ്ങനത്തെ കണ്ടീഷനിലാണ് എപ്പോഴും ഒരു സ്ട്രക്ചർ കൊളാപ്സ് ആവാം. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് 3 ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉണ്ട്. അത് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചറിനെ ആണെങ്കിൽ നമ്മളതിന് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് കൊളാപ്സ് ആവാനുള്ള സാധ്യത കുറച്ച് കുറവാണെന്നാണ് നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ എന്തുണ്ടാവും, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, അതായത് ഈ 3 ഇക്വേഷൻസിനേക്കാൾ കൂടുതലെന്ന് ഉദ്ദേശിക്കുന്നത് ഒരെണ്ണം ഇക്വേഷൻസ് ഒന്നും ആയിരിക്കില്ല, കുറേ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വരുന്ന കേസിലാണ് എന്ത് വരുന്നത്, ഈ സ്ട്രക്ചർ കൊളാപ്സ് ആവാനുള്ള സാധ്യതയുള്ളത്. ഇനി ഈ കൊളാപ്സ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ കൊളാപ്സ് മെക്കാനിസം എന്ന് പറയുന്നത്. അതുപോലെ ആ സമയത്ത് ക്യാരി ചെയ്തിട്ടുള്ള ലോഡിനെയാണ് നമ്മൾ കൊളാപ്സ് ലോഡ് എന്ന് പറയുന്നത്. ഈ കൊളാപ്സ് ലോഡിന് നമ്മൾ അൾട്ടിമേറ്റ് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ പറയാണ് ഡിറ്റർമൈൻ ദ അൾട്ടിമേറ്റ് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് എ സ്ട്രക്ചർ എന്ന് പറയുകയാണെങ്കിൽ നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, അതിൻ്റെ കൊളാപ്സ് ലോഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ കൊളാപ്സ് ലോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അനാലിസിസിനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. നോർമലി ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഈ കൊളാപ്സ് ലോഡിനെ ക്യാരി ചെയ്യുന്ന ഒരു വർക്കിംഗ് ലോഡായിട്ടാണ്. അപ്പോൾ കൊളാപ്സ് ലോഡ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ വർക്കിംഗ് ലോഡ് ഇൻറ്റു ലോഡ് ഫാക്ടർ ഉദ്ദേശിക്കുന്നത് ഫാക്ടർ ഓഫ് സേഫ്റ്റിയാണ്. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ലോഡ് ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നതിന് ഈ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റീൻ്റെ തന്നെ ഒരു ടേം ആയത് കാരണം കൊണ്ട് നമ്മൾ ഇലാസ്റ്റിക് ഡിസൈനിലൊക്കെ പണ്ടത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതൊരു കൊളാപ്സ് ലോഡിൻ്റെ വർക്കിംഗ് ലോഡിൻ്റെ ഒരു റേഷ്യോ ആണ് നമ്മൾ ഈ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ എപ്പോഴും ലോഡ് ഫാക്ടർ റേഷ്യോ എടുക്കാറുള്ളത് എത്രയാണ്, 1.5 to 3 വരെയൊക്കെ നമ്മൾ ഒരുവിധം എല്ലാ സ്ട്രക്ചേഴ്സിലും യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇതിൻ്റെ അനാലിസിസ് പാർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ജനറലി നമുക്ക് 2 ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് സ്റ്റാറ്റിക്കൽ മെത്തേഡ്, ഒന്ന് കൈനമാറ്റിക് മെത്തേഡ്. ഈ 2 പ്ലാസ്റ്റിക് അനാലിസിസ് മെത്തേഡ്സാണ് നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. ഇനി ഇതിൽ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് അനാലിസിസ് ചെയ്യുന്ന കേസിൽ സ്റ്റാറ്റിക് മെത്തേഡും കൈനമാറ്റിക് മെത്തേഡും തമ്മിൽ ചെറിയ കുറച്ച് ഡിഫറൻസുകളും ഉണ്ട്. ഇനി ഈ ഒരു മെത്തേഡ് നമ്മൾ എപ്പോഴും കുറച്ച് അസംഷൻസ് എടുക്കും. നമ്മൾ ഏത് മെത്തേഡ് പഠിച്ചാലും 1-2 അസംഷൻസ് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ മെത്തേഡിൽ നമ്മൾ എടുക്കുന്ന അസംഷൻ എന്ന് പറയുന്നത്, ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഒരു റൊട്ടേഷനും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ആ റൊട്ടേഷൻ ഉണ്ടാവുന്ന പോർഷനിൽ നമുക്കൊരു പ്ലാസ്റ്റിക് മൊമെൻറ്റും കൂടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ എടുക്കുന്ന ഒരു അസംഷൻ എന്ന് പറയുന്നത്. നമുക്കിനി സ്റ്റാറ്റിക്കൽ മെത്തേഡിൻ്റെയും കൈനമാറ്റിക്കൽ മെത്തേഡിൻ്റെയും അനാലിസിസ് എങ്ങനെയാണെന്നുള്ളത് സെപ്പറേറ്റ് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാറ്റിക് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിൽ നമ്മളെപ്പോഴും നമുക്കറിയാം, കുറച്ച് സ്ട്രക്ചേഴ്സ്, അതായത് ഇപ്പോൾ ഒരു ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാംസ് ഒക്കെ അറിയാവുന്ന ചില സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലേ. ഏതൊക്കെയാണത്? ഇപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്ന കേസ് എടുക്കാം. അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഡയഗ്രാം എങ്ങനെയാണ് വരാമെന്ന് നമുക്കറിയാം. അതുപോലെ ഒരു UDL ആണ് ഇപ്പോൾ അങ്ങനെ ആക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതിൻ്റെയും ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഈ ഒരു മെത്തേഡ്, അതായത് ഈ സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഡിറ്റർമൈൻ ദ കൊളാപ്സ് ലോഡ് WC ഇൻ ദി സിംപ്ലി സപ്പോർട്ടഡ് ബീം ഷോൺ ഇൻ ഫിഗർ. ക്വസ്റ്റ്യനിൽ നമുക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം തന്നിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ഇനി അതിൻ്റെ സെൻറ്റർ, അതായത് L/2 നമുക്കൊരു W എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനുണ്ടാകുന്ന കൊളാപ്സ് ലോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രക്ചർ എന്തെങ്കിലും ഒരു ഡിഫോർമേഷനിൽ വരികയാണെന്നുണ്ടെങ്കിലാണ് അവിടെ സ്ട്രക്ചർ കൊളാപ്സ് ആവാനുള്ള സാധ്യതയുള്ളത്. അതായത് ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമത്തിൽ എത്തുമ്പോഴാണ് ഇവിടെ എന്തുണ്ടാവുക, കൊളാപ്സ് ഉണ്ടാവുക. അപ്പോൾ ആ ടൈമിൽ ഉണ്ടാകുന്ന കൊളാപ്സ് ലോഡ് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം അറിയാം. അപ്പോൾ നമ്മൾ സൊല്യൂഷനായിട്ട് ചെയ്യുമ്പം ആദ്യം ആ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാം. WL/4 ആണ് നമുക്ക് മാക്സിമം വരുന്ന ബെൻഡിങ് മൊമെൻറ്റ്. അത് നമ്മൾ മാർക്ക് ചെയ്ത് ആ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചു. ഇനി ഇതിൻ്റെ സിംപ്ലി സപ്പോർട്ടഡ് സ്ട്രക്ചറിൽ നമുക്ക് ഈ ഒരു എവിടെയാണോ ലോഡ് വരുന്നത്, അല്ലെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത്, അവിടെയാണ് നമുക്ക് ഹിഞ്ച് വരുന്നുണ്ടാവുക. അപ്പോൾ അവിടെയാണ് ഒരു ഹിഞ്ച് ക്രിയേറ്റ് ആയിട്ടുള്ളത്. നമുക്കത് വെച്ചിട്ട് എങ്ങനെ പ്രോബ്ലം ചെയ്യാൻ നോക്കാം.
അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്റ്റിക് മൊമെൻ്റ് ആയിരിക്കും. ദാറ്റ് പ്ലാസ്റ്റിക് മൊമെൻ്റ് MP is equal to WL/4 ആയിരിക്കും. നമുക്കതിനൊരു ഇക്വേഷൻ 1 ആയിട്ട് തൽക്കാലം കൺസിഡർ ചെയ്യാം. നമുക്ക് കിട്ടിയേക്കുന്ന ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? MP is equal to WL/4 എന്നാണ്. WL/4 എന്ന് പറയുമ്പോൾ അവിടെ നോർമലായിട്ടുള്ള, അതായത് സേഫ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് ആക്ട് ചെയ്യുന്നത്. അതുവരെ പോയാൽ കുഴപ്പമില്ല. ഇനി MP എന്ന് പറയുമ്പോൾ എന്താ? അതവിടെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങണം. പ്ലാസ്റ്റിക് ഹിഞ്ച് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങണമെങ്കിൽ W എന്ന് പറയുന്നത് എന്തിലേക്കാവണം? കൊളാപ്സ് ലോഡായി മാറണം. ആ കൊളാപ്സ് ലോഡാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു W എന്ന് പറയുന്നത് WC ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഉള്ള പ്ലാസ്റ്റിക് മൊമെൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇക്വേഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. MP is equal to Wന് പകരം WC into L/4. ഇതിൽ നിന്ന് നമുക്ക് WC കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 4MP is equal to WC into L എന്ന് കിട്ടും. ഇതിൽ നിന്ന് WC is equal to എന്തെന്ന് കിട്ടും? 4MP/L എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കൊളാപ്സ് ലോഡ് കണ്ടുപിടിച്ചു. ഇതാണ് നമ്മൾ സ്റ്റാറ്റിക് മെത്തേഡിൽ ചെയ്യുന്നത്. ഒരു എക്സാമ്പിളോടെ പറയാം. ഈ ഒരു അടുത്ത നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ കൊളാപ്സ് ലോഡ് ഇൻ ദ കേസ് ഓഫ് എ ഫിക്സഡ് ബീം ലോഡഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഇനി വരുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം അല്ല, ഒരു ഫിക്സഡ് ബീമാണ്. ഫിക്സഡ് ബീമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും മൊമെൻ്റ് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയായിരിക്കും? എൻസിലായിരിക്കും. അതാണ് ഫിക്സഡിൻ്റെ പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഒരു ഫിക്സഡ് ബീമാണ്. ഡിഫറെൻറ്റ് ലെങ്ത്തിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്, അതായത് സെൻറ്ററിലല്ല ആക്ട് ചെയ്യുന്നത്. ആദ്യത്തെ എൻഡിൽ നിന്ന് A എന്ന് പറയുന്ന ഡിസ്റ്റൻസും രണ്ടാമത്തെ എൻഡിൽ നിന്ന് B എന്ന് പറയുന്ന ഡിസ്റ്റൻസും മാറിയിട്ടുള്ള ഒരു പോയിന്റിലാണ് W ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം എങ്ങനെയാണ്? WAB/L ആണ്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം. അപ്പോൾ നമുക്കത് ചെയ്യാം. അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നത് രണ്ട് എൻഡും ഫിക്സ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്ലാസ്റ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് എൻസിലായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ അതുപോലെ തന്നെ W എന്ന് പറയുന്നത് WC ആയാലാണ് അവിടെ കൊളാപ്സ് ലോഡ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ രണ്ട് എൻസ് ഉള്ളത് കാരണം കൊണ്ട് ഈ രണ്ട് എൻസിലും നമ്മൾ ഇവിടെ എന്താണ്? MP, ഇവിടെ നമ്മൾ MP എന്ന് പറഞ്ഞ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ MP + MP is equal to എന്തായിരിക്കും? അവിടെ ഉണ്ടാകുന്ന ലോഡ്, അതായത് പ്ലാസ്റ്റിക് മൊമെൻ്റായ MP ഈസ് ഈക്വൽ ടു ഈൽഡിങ് മൊമെൻ്റ് അല്ലെങ്കിൽ സാധാരണ നോർമലി ഉള്ള MYനോട് ഈക്വലാണ്. അതാണ് നമ്മൾ എഴുതി വച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2MP is equal to WAB/L എന്ന് കിട്ടും. ഇനി ഇതിൽ നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ Wൻ്റെ വാല്യൂവിനെ എന്താക്കി മാറ്റാം? WC ആക്കി മാറ്റാം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? WCൻ്റെ വാല്യൂ കിട്ടാം. 2MP/L/AB എന്ന് കിട്ടും. ഇതിൽ എയും ബിയും ഇപ്പോൾ എന്താ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെങ്ത്താണ്. ഇനി ഇത് ഒരേ ലെങ്ത് ആവാനുള്ള സാധ്യതയില്ലേ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? L/2 ആണ്. ടോട്ടൽ ലെങ്ത് എല്ലാണെങ്കിൽ ഒരേപോലെ ആവാമെന്ന് പറഞ്ഞാൽ എന്താ? പകുതി ലെങ്ത് ആയാലല്ലേ ഒരേപോലെ ആവുള്ളൂ. അപ്പം L/2 ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? WC is equal to 2MPL/. ഇനി എൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? L/2 ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുക? L/2 കൊടുക്കുക. അങ്ങനെ നമ്മളൊന്ന് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 8MP/L എന്ന ഇക്വേഷൻ കിട്ടും. ഇതാണ് നമ്മുടെ സ്റ്റാറ്റിക് മെത്തേഡിൻ്റെ രണ്ട് എക്സാമ്പിൾസ്. ഇത് ജസ്റ്റ് ഒരു റെഫറൻസ് പോലെ വെക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള വലിയ പ്രോബ്ലംസാണ് നമുക്കിനി പഠിക്കാനുള്ളത്. സ്റ്റാറ്റിക് മെത്തേഡിനേക്കാൾ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൈനമാറ്റിക് മെത്തേഡാണ്.